നമ്മളിപ്പോ ആറന്മുള അമ്പലത്തിന്റെ മുന്നിലാണ്. ഇപ്പൊ ഇന്ന് വെള്ളസദ്യണ്ട്. ഇത് പറയുന്നു പറ. അപ്പൊ അവിടേക്ക് ഞങ്ങൾ ഈ ബോട്ടിൽ പോകാൻ തന്നെ. താഴോട്ട് വരരുത്. എന്ത് രസാ പമ്പാ നദിയോടെ ബോട്ടിൽ പോവാൻ. ഇവിടെ നമസ്കാരം. നമ്മളിപ്പോൾ ആറന്മുള അമ്പലത്തിൻ്റെ മുന്നിലാണ്. രാവിലെ 7:45 എത്തി ഓടുന്നുട്ടാ. അപ്പോൾ ഇന്ന് വെള്ളസദ്യ ഉണ്ട്. അപ്പോൾ വെള്ളസദ്യക്ക് മുന്നോടിയായിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ അമ്പലത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കേട്ടോ ഈ ആറന്മുള വെള്ളസദ്യ. വഴിപാട് നടത്തുന്ന ആള് കാലത്ത് തന്നെ അമ്പലത്തിൻ്റെ കൊടിമരച്ചോട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക കേട്ടോ. 2 പറകൾ നിറയ്ക്കുക. ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിന്. പിന്നെ മേൽശാന്തി പൂച്ച നിൽക്കണ മാലിയും വെറ്റിലിയും പുകയിലായിട്ട് പള്ളിയോടക്കടവിലെത്തി പള്ളിയോടത്തിന് യാത്രയാക്കണം. നമ്മൾ തൊഴുതു, അമ്പലത്തിൽ പോയി തൊഴുതു. ഇന്നലെ സരിതിയൊക്കെ വന്ന് തൊഴുതു. ഇന്നിപ്പോൾ കാലത്ത് ഞങ്ങൾ അതിരാവിലെ ഞാനൊന്ന് ഇതിനും കൂടിയിട്ട് മാത്രം അങ്ങോട്ട് വന്നു അമ്പലത്തിലേക്ക്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. എന്തോരം പ്രാവുകൾ അവിടെ. ഇനി 10:30 ആകുമ്പോഴാണ് വരേണ്ടത്. ആ കാലത്ത് ഇപ്പോൾ 8:15 10:30 ആകുമ്പോൾ വരാം. നമ്മൾ ആറന്മുള അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പരപ്പുഴക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം പോവും. പിന്നെ അതിൻ്റെ പിന്നോട്ട് ബോട്ട് പോവും. അത് നേരെ ആറന്മുള അമ്പലത്തിൻ്റെ അവിടേക്കാണ് എത്തുക. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഈ ബോട്ടിൽ പോകാൻ തന്നെ. അപ്പോൾ ഈ ചേട്ടനാണ് ബോട്ടിൽ ഉണ്ടാവുക. ചേട്ടൻ്റെ ഡ്രൈവർ, ബോട്ടിൻ്റെ ഡ്രൈവറാണ്. ചേട്ടൻ്റെ പേര് എന്നിട്ടാ? ഇതിപ്പോൾ ഈ വഞ്ചിയില്ലേ, വഞ്ചി അത് എവിടെ നിന്നാണ് വരാം? ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടിങ്? ഇവിടെ നിന്നല്ല. ഇത് സാധാരണ ഇത് നമ്മുടെ മേലുകര പള്ളിയോടെ എന്ന് പറഞ്ഞാൽ മേലോട്ട് കയറിയാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോരുന്നത്. ഇപ്പം വെള്ളക്കുറ കാരണം പള്ളിയോളം നമ്മൾ മേലോട്ട് കൊണ്ടുപോയില്ല. അങ്ങോട്ട് കൊണ്ടുപോയില്ല. അത് കാരണം ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇന്ന് ആളെ ഈ സദ്യ നടത്തുന്ന ആൾക്കാരെ ഇവിടെ വന്ന് വള്ളത്താൽ സ്വീകരിക്കും. അവർ സ്വീകരിച്ച് അതിന് ആടകൾ ചാർത്തി വീണ്ടും വയ്യ അങ്ങോട്ട് വിടുക, അമ്പലത്തിൻ്റെ കടയിലോട്ട് വിടുക. അവിടെ ചെന്ന് തിരിഞ്ഞ് അമ്പലത്തിൽ കടയിൽ അടുക്കത്തുള്ളൂ വരൂല്ലേ. ഇതിപ്പോൾ ഒരു വഞ്ചിയിൽ ഒരു ഇതിൽ എത്ര പേരുണ്ടാവും? ഇവിടുത്തെ കണക്ക് പറഞ്ഞാൽ സദ്യക്കെന്ന് പറയുമ്പം 30-35 പേരാണ് തുഴഞ്ഞു വരത്തുള്ളൂ. അല്ല, വെള്ളം കൂടുതലുള്ള സമയത്ത് 30 പേര് കൂടുതൽ കളക്ടർ സമ്മതിക്കുകയല്ല. അത് കഴിയുമ്പോൾ നമ്മൾ 40, 50, 80 വരെ കയറില്ല, ആൾക്കാർ കയറും. ഇതിപ്പോ ഇവിടെ എത്ര സദ്യക്ക് എന്ന് പറയുമ്പോൾ ഒരു 250 സീറ്റാണ് ഏറ്റവും കുറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് 1000 പേർക്ക് സദ്യ കൊടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അങ്ങ് പോവും. എൻ്റെ ധാരണ എന്താണെന്ന് അറിയാം, ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എൻ്റെ ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നാട്ടിലത്തെ ആളുകള് ഇത് ഈ വെള്ളത്തില് അവിടെ പാചകം ചെയ്തിട്ട് അവിടെ നിന്ന് ഇതില് വഞ്ചിയിൽ കൊണ്ടുവന്ന് അവിടെ സദ്യ നടത്തുന്ന എൻ്റെ വിചാരം. അങ്ങനല്ല, ഇവിടെ കളറിംഗ് കൊടുക്കും. കളറിംഗ് കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്നാണ് പാസ് മേടിക്കുന്നത്. അത് ഏത് വ്യക്തിയാണ് ഓരോരുത്തർ വഴിപാടാണല്ലേ വെള്ളസദ്യ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് വെള്ളസദ്യ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് അടുത്ത വർഷത്തിനുള്ളിൽ അല്ല അതിന്റെ മുമ്പായാലും സാധിച്ചു കിട്ടി. അപ്പൊ അത് അവര് ഈ വള്ളക്കാരോട് പറയും. ഓരോരുത്തരും ഈ സദ്യ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ പള്ളിയോള സേവസംഘം എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്. അവിടെ ചെന്നാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെള്ളം പറയാം. ഇവിടെ 52 കരക്കാർക്കും വെള്ളമുണ്ട്, പള്ളിയോളം ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള പള്ളിയോളം നമുക്ക് അവിടെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ പണം അടയ്ക്കുന്നതും സദ്യയുടെ പണം അടയ്ക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്നിപ്പോൾ എത്ര വെള്ളസദ്യ ഉണ്ട്? 5-6 അല്ലല്ല, ഇന്ന് 14 പള്ളിയോളം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. രാവിലെ ഇവിടെ പറയിട്ട് പൂവും എല്ലാം ഞങ്ങളത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊണ്ടുതരും. വെറ്റയും പോയില്ല എല്ലാം ഇവിടെ കൊണ്ടുതരും.
ഇനിയിപ്പോ ബോട്ട് വരുമ്പോ ആ ബോട്ട് ഇതിന്റെ പിന്നീടെ പോവില്ല. അത് ബോട്ട് നമ്മൾ വരിക എന്ന് പറയുന്നത് പള്ളിയോടെ സ്ഥലത്ത് തന്നെ റെഡിയാക്കും. അത് ശരി. പിന്നെ ചില കരയ്ക്കൊക്കെ സ്വന്തമായിട്ട് ബോട്ടുള്ളതുകൊണ്ട് മേലുകരയ്ക്ക് സ്വന്തമായിട്ട് ബോട്ടുണ്ട്. ഇതിന് മേലുകര ബോട്ടില്ല. അല്ല മേലുകര പള്ളിയോളം ഇതാണ് പള്ളിയോടം എന്നാ പറയാ. വള്ളം എന്നല്ല പറയാല്ലേ. അത് ശരി. മേലുകര, കോഴഞ്ചേരി, തെക്കേമുറി നാട്ടിങ്ങനെ കിടക്കുമോ സൈഡിൽ മൊത്തം. ഈ പള്ളിയോടത്തിനൊക്കെ എന്ത് ചെലവ് വരും? പണി ഒരു 50 ലക്ഷം മേളിൽ പോകും. ഓരോരുത്തർ പണിയുന്ന ഒരു ശൈലിയുണ്ട്. നമ്മുടെ ഈ പിത്തളയായാലും പിന്നെ ഇതുപോലത്തെ ഓരോ ഇതല്ലേ, അതിനൊക്കെ ഓരോ ശൈലി, ഓരോ അലങ്കാരപ്പണിക്കും അതിൻ്റെതായ റേറ്റ് വരും. ഇതിനെന്ത് മരം ഉപയോഗിക്കുക? ആഞ്ഞിരി. ഒറ്റത്തടി ആഞ്ഞിരി വേണം അല്ലേ? അപ്പൊ ഞങ്ങൾ കാത്തു കെട്ടി നിൽക്കണം കേട്ടോ, ബോട്ട് വരട്ടെ. പ്രളയം വന്നപ്പോഴേ ആ മരത്തിൻ്റെ ഒക്കെ ഏകദേശം ഉയരത്തിൽ വെള്ളം എത്തിയിരുന്നു. ഇത് വീടുകൾ 2ാം നില വരെ മുങ്ങിപ്പോയിന്ന്. അച്ഛാ ആ ഇല്ലൊക്കെ മുങ്ങിപ്പോയി. ആ മുളക്കൂട്ടം കാണില്ലേ, അതൊക്കെ മുങ്ങിപ്പോയിന്ന്. അപ്പൊ ഒരു 10-40 അടി ഉയരത്തിലേക്ക് വെള്ളം എത്തിന്ന്. അത് അമ്പലത്തിന്റെ അവിടേക്ക് എത്തിയില്ല. 3 പടി വരെ മുങ്ങാണ്ടായിരുന്നുള്ള ബാക്കിയുള്ള മുങ്ങിപ്പോയി. ബാക്കിയൊക്കെ മുങ്ങിന്ന് പ്രളയത്തില്. അമ്പലത്തിന്റെ ആറന്മുള അമ്പലത്തിന്റെ ഇതിന്റെ മുൻപിൽ ഇത് ഫിറ്റ് ചെയ്യില്ലേ, പള്ളിയോടത്തിന്റെ മുമ്പില് അത് ഫിറ്റ് ചെയ്യും. ഇത് തനി പിച്ചള ഓട്. ഇതിനെന്താ പേര് പറയാന്ന്? ഇതിനെന്താ പറയാന്ന്? ഇത് പറയുന്നു പറ. വെറ്റില വെച്ച് നമ്മുടെ ബോട്ടാണല്ലേ? നമുക്ക് പോകാനുള്ള ബോട്ടാണ് വരുന്നത് കേട്ടാ. ചെരുപ്പ് കയറാൻ പാടില്ല. ഞാൻ ആദ്യമേ കയറിയിട്ട് ഓരോരുത്തരെ പിടിച്ച് താഴോട്ട് വരരുത്. ഈ നടു ഇതിലോട്ട് അവൻ തന്നെ അവൻ അത് കഴിഞ്ഞിട്ട് കയറാന്ന്. ഇനിയിപ്പോ അതിൽ കയറാല്ലേ? ഇനിയും കയറി. നമ്മൾ ബോട്ടിൽ കയറിയിട്ടാ. നല്ല കാറ്റ്. പമ്പാ നദിയില് പൊന്നിന് പോകും പഴുവല. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് അമ്പലം, ആറന്മുള അമ്പലം. അവിടെ എല്ലാവരും കയറി തുടങ്ങി. അപ്പൊ ഞങ്ങള് ബോട്ടിൽ അങ്ങോട്ട് പോകണേട്ടാ. എന്ത് രസം പമ്പാ നദിയോടെ ബോട്ടിൽ പോവാൻ. നമ്മുടെ ബോട്ട് അവിടെ നിർത്തി ഞങ്ങളവിടെ ഇറങ്ങി. നമ്മുടെ പള്ളിയോടം അവിടെയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഇത് വടക്കേ നടയെന്ന് തോന്നുന്നുണ്ട്, പുഴയോട് ചേർന്നിട്ടുള്ളത്. Kaiwana
അമ്പലത്തിൻ്റെ കടവിലെത്തി കഴിഞ്ഞാൽ ഈ കരക്കാരെ അമ്പലത്തിൻ്റെ അധികാരികളോ അല്ലെങ്കിൽ വഴിപാടുകാരനെ ഒക്കെ വെറ്റിലും പുകയിലും നൽകി അഷ്ടമംഗലത്തോടെ അങ്ങനെ മുത്തുകൂടെയൊക്കെ ആയിട്ട് എതിരേറ്റ് സ്വീകരിക്കുന്നു. ഇങ്ങനെ സ്വീകരിച്ചിട്ട് പിന്നെ ഈ വെള്ളത്തിൽ വന്നവരെയൊക്കെ കൂടിയിട്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് കൊടിമര ചുവട്ടിലേക്ക് ആനയിക്കും. അപ്പോഴൊക്കെ ഈ വെള്ളക്കാർ ഈ വെള്ളപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ വന്നിട്ട് കൊടിമര ചുവട്ടിൽ പറയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി വെള്ളത്തിൽ കൊണ്ടുവന്ന മുത്തുകൂടെയൊക്കെ മടക്കി കൊടിമര ചുവട്ടിൽ നിറവറയുടെ അടുത്ത് വയ്ക്കും. പിന്നെ വെള്ളം തുഴയുന്ന ഒരു തുഴയും അവിടെ നടക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളസദ്യ കഴിക്കാനായിട്ട് ഊട്ടുപുരയിലേക്ക് പോകാം. വെള്ളസദ്യക്ക് 63 ഇനം കറികളുണ്ടാവണം. ഭയങ്കര വിഭവസമൃദ്ധമായ സദ്യന് ഇവിടെ. ഈ കറികൾ പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, കാളൻ, രസം, പാളത്തൈര്, മോര്, അവിയൽ, ഓലൻ, എരിശ്ശേരി, കൂട്ടുകറി, പച്ചടി, കിച്ചടി, വിവിധനം, മെഴുക്ക് പുരട്ടികൾ, തോരനുകൾ, അച്ചാറുകൾ, നിരവധി പായസങ്ങൾ, പപ്പടം, വലിയതും ചെറുതും, പഴം എന്നിങ്ങനെ നിരവധി വിഭവങ്ങളുണ്ടാവും കേട്ടോ. സദ്യ ഉണ്ണുമ്പോൾ വഴിപാടുകാരൻ്റെ കുടുംബക്കാരൊഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണായിരിക്കുകയാണ്. അതിന് ശേഷമാണ് വീട്ടുകാർ ഊണ് കഴിക്കാൻ പാടുള്ളൂ എന്ന്. വെള്ളപ്പാട്ടിൽ കൂടി ചോദിക്കുന്ന വിഭവങ്ങൾ ഉടനടി സദ്യയിൽ വിളമ്പണം. ഇങ്ങനെ ഉണ്ട് കഴിയുന്നവരെ വളരെ ശ്രദ്ധയോടുകൂടി വിളമ്പിക്കൊണ്ടേയിരിക്കണം. അതിന് വെള്ളസദ്യയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ചോദിക്കുന്നതൊന്നും ഇല്ല എന്ന് പറയാൻ പാടില്ല. എത്ര
വടവാല കൊണ്ടുപോയോ തരാതിരുന്നാൽ മല്ലാരിയാണ് ജഗന്മയൻ പാർത്ഥനതിക്കു നിത്യം ഭവൽപദേ നൽകും അതിജനേദ്യം പവിത്രമാകും കദളീഫലത്തെ തരത്തിൽ എണ്ണാതിഹന വീടേണം പതളിപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ആറന്മുള വെള്ളസദ്യ കഴിച്ചു. ഭയങ്കരമായ ആഘോഷം ഞാൻ പറഞ്ഞിരിക്കാൻ പറ്റില്ല പങ്കെടുത്തത് കാര്യം.